പരികർമ്മം ചെയ്യും പൂജ്യമാമീ ബലിപീഠം പരിശുദ്ധരഹസ്യം പരികർമ്മം ചെയ്യും പൂജ്യമേ ബലിപീഠം ഒരുങ്ങുകയായി പരമപിതാവിൻ സ്നേഹത്തിൻ ബലിയേകുവാൻ ഒരുങ്ങുകയായി പരമപിതാവിൻ സ്നേഹത്തിൻ ബലിയേകുവാൻ അണയാം മെഴുകിത്തിരികൾ പോലൊരു അനുതാപത്തിൻ ഹൃദയവുമായി അണയാം മെഴുകിത്തിരികൾ പോലൊരു അനുതാപത്തിൻ ഹൃദയവുമായി ദൈവത്തിനു ബലിയേകുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്നേഹിതരെ, ഇന്നത്തെ വായനയിൽ നൽകുന്ന സന്ദേശം ശ്രദ്ധാവായ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ ഭയമെന്ന വികാരം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതാണ്. പലപ്പോഴും മനുഷ്യൻ വളരെയധികം ഭയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. എന്നാൽ ആ ഭയത്തിൻ്റെ കാരണം തന്നെ ആശ്രയിക്കുവാൻ ഒരാളില്ല എന്ന ബോധ്യവും ദൈവമാണ് നിനക്ക് ആശ്രയിക്കുവാനായിട്ടുള്ളത്. ആ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടുവാനായിട്ട് നിനക്കിടയാവുകയില്ല എന്ന ബോധ്യമാണ് ശരീരത്തിൽ ഇന്ന് നൽകുന്നത്. ഉത്തമമായ ഈ ബോധ്യത്തിൽ നിലനിൽക്കുവാൻ, അങ്ങനെ ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ച ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയും ശക്തിയും നമുക്ക് നൽകണമേ എന്ന സർവശക്തിയോട് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഇന്നലെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് നാം പ്രതീക്ഷിച്ച് നമുക്ക് ഈ ബലിക്കാകട്ടെ. ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാനേറ്റു പറയുന്നു, വിചാരക്കാരും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ായ പരിശുദ്ധ മറിയത്തോടും എല്ലാമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോട് ഞാനപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞും നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ.
കർത്താവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ ക്രിസ്തുവേ കനിയണമേ കർത്താവേ കനിയണമേ കർത്താവേ കനിയണമേ
അങ്ങേ നാമത്തോടെ എപ്പോഴും ഞങ്ങൾ പ്രത്യാദരങ്ങളും സ്നേഹമുള്ളവരുമാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുകളുടെ ഐക്യത്തിൽ ജനതയുമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ജോബിന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി. ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കഥകടച്ച് തടഞ്ഞവൻ ആര്? അന്ന് ഞാൻ മേഘങ്ങളെ അതിനെ ഉടുപ്പും കൂരിരുട്ടിനെ അതിനെ ഉടയാടവും ആക്കി. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച് കതകുകളും ഓടമ്പലുകളും ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു, ഇവിടം വരെ നിനക്ക് വരാം, അതിനപ്പുറം വരരുത്. ഇവിടെ നിന്റെ ഉത്തമമായ തിരമാലകൾ നിൽക്കണം. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ നന്ദി പറയുവിൻ, കർത്താവിനെ നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ചിലർ സമുദ്ര വ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു. അവർ കർത്താവിന്റെ പ്രവൃത്തികൾ ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു. കർത്താവിന് നന്ദി പറയുവിൻ, കർത്താവിനെ നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റ് വീശി, സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു. അവ ആകാശത്തോളം ഉയർന്നു, വീണ്ടും ആഴങ്ങളിലേക്ക് താഴ്ന്നു. ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി. കർത്താവിന് നന്ദി പറയുവിൻ, കർത്താവിനെ നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ ശമിപ്പിച്ചു. കർത്താവിന് നന്ദി പറയുവിൻ, കർത്താവിനെ നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. കർത്താവിന് നന്ദി പറയുവിൻ, കർത്താവിനെ നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളുടെ പ്രതി മരിക്കുകയും ഉയർത്തുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിൽ ഇനിയൊരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. സായാഹ്നമായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായി. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചിട്ട് വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് യേശു അമരത്ത് തലയണ വെച്ച് ഇറങ്ങുകയാണ്. അവർ അവരെ വിളിച്ചു നിർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നു. അവനുടന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ട്. അവർ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുത്തരുത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. അവർ അത്യധികം ഭയപ്പെട്ടു
പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, 2-3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ വായനയുടെ ഉത്തരം. ഒന്നാമത്, ക്രിസ്തു ദൈവമാണ് അല്ലെങ്കിൽ എന്ന് ചിന്തിക്കും. ക്രിസ്തു ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഇതിന്റെ വായന. ഒരുപക്ഷെ ആധുനിക ലോകവും ഒത്തിരിയേറെ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ദൈവമാണെന്ന് യേശു സുവിശേഷത്തിൽ ഒരിക്കലും പറഞ്ഞു, എന്നെ ആരാധിക്കുക എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ യേശുവിനെ ആരാധിക്കുന്നത്? യോഹന്നാൻ പറഞ്ഞു വയ്ക്കുക, എല്ലാ അടയാളങ്ങളും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളാണ്. ക്രിസ്തു ദൈവമാണ് എന്ന് സമർത്ഥിക്കുന്ന അടയാളം. ഇന്നെന്താണ് സംഭവിക്കുക? യേശുവും ശിഷ്യന്മാരും വളരെയധികം കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. യാത്ര നടത്തുന്ന കടലിലൂടെ കടൽ വിശുദ്ധമാകുന്നു. യേശു കടലിനെയും കാറ്റിനെയും നിർദ്ദേശിച്ചാണ്. ആർക്കാണ് അതിനുള്ള അധികാരമുള്ളത്? കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാനുള്ള അധികാരമുള്ളതാരാണ്? ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാണ് ഒന്നാമത്തെ. ജോബിന്റെ പുസ്തകത്തിലെ വായനയിൽ വളരെ വ്യക്തമായിട്ട് ജോബിനോട് ദൈവം പറയുകയാണ്, കടലിനെ സൃഷ്ടിച്ചത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി, ഗർഭത്തിൽ നിന്ന് സമുദ്രം കൊണ്ട് പുറപ്പെട്ടപ്പോൾ നിനക്കെന്തെങ്കിലും അറിയാം? ആ സമുദ്രത്തിന് അതിന് അതിർത്തി നിശ്ചയിച്ചത് ആണ്. അതിന് വാതിലുകൾ നിശ്ചയിച്ചുകൊണ്ട് ഞാനിതിനെ തടഞ്ഞു നിർത്തി എന്ന് ദൈവം തന്നെ വ്യക്തമാണ്. ഒപ്പം അവസാന ഭാഗത്ത് പറഞ്ഞു വെച്ച ഇപ്രകാരമാണ്, ഉചിതമായ നിന്റെ തിരമാലകൾ ഏതുവരെ വരണം എന്ന് പഠിപ്പിച്ചിരിക്കുന്നതും ഞാൻ തന്നെയാണ്. ഞാൻ അവർക്ക് അതിർത്തി നിർണയിച്ചു, അതിനുപുറം വരാനായിട്ട് പാടില്ല എന്ന് അതിനോട് ശാസിച്ചിരിക്കുകയാണ്, നിഷ്കർഷിച്ചിരിക്കുകയാണ്. അതിനാൽ അതിപ്പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഒന്ന്, ഇവിടെ ദൈവം തന്നെ അതിനോട് മറുപടി പറയുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ദൈവം എനിക്ക് പറയുക, അടങ്ങുക, ശാന്തമാണ്. വെറുതെ പറഞ്ഞത്, വെറുതെ തമാശയ്ക്ക് പറഞ്ഞതല്ല. കർത്താവ് അവരെ അടങ്ങി ശാന്തമായി. കാരണം സൃഷ്ടികർത്താവാണത് പറഞ്ഞത്. അവിടെ മാർക്കോസ് പറഞ്ഞു വയ്ക്കുക, ഇത് ദൈവമാണ്. കാരണം ഇത് പറഞ്ഞ് ഫലിപ്പിക്കുവാനായിട്ടുള്ള കഴിവ് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാര് വിശ്വസിക്കണം. മാത്രമല്ല, കൂടെ ധാരാളം പഠനങ്ങളുണ്ടായിരുന്നെന്ന് പറയുന്നു. അവരൊക്കെ വിശ്വസിക്കേണ്ടതിന് വേണ്ടിയിട്ട് കർത്താവ് അല്ലെങ്കിൽ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകപ്പെട്ടതാണ്. രണ്ടാമത്തെ പ്രശ്നം, ഉറങ്ങുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ സംഭവിക്കുമ്പോൾ എങ്ങനെ ഉറങ്ങാനായിട്ട് സാധിക്കും? തിരമാലകൾ ഉയരുന്നു, വള്ളം തീർച്ചയായിട്ടും ആടി ഉലഞ്ഞിട്ടുണ്ടാകാം, ആ വള്ളത്തിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏത് മനുഷ്യനാണ് ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നത്? ഉത്തരം പറയുന്നത് സങ്കീർത്തകൻ 4-ാം അധ്യായം 8-ാം വാക്യത്തിലാണ്. വളരെ വ്യക്തമായ സങ്കീർത്തകൻ പറയുന്നു, ഞാൻ പ്രശാന്തമായി കിടന്നു, എന്തെന്നാൽ കർത്താവേ നീയാണ് എന്നെ സംരക്ഷിക്കുന്നത്. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങി, എന്തെന്നാൽ കർത്താവേ നീയാണ് എന്നെ സംരക്ഷിക്കുന്നത്. ക്രിസ്തുവിന്റെ ജീവിതം എന്ന് വിശകലനം ചെയ്തു. എപ്പോഴും ഒരു പിതാവിനെ കുറിച്ച്, ആ പിതാവിന്റെ സംരക്ഷണത്തെ കുറിച്ച്, ആ പിതാവ് എന്നോടുകൂടെയുണ്ട്, ആ
പിതാവിനെ നിങ്ങൾക്ക് പകർന്നു തരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നത് ക്രിസ്തു. ക്രിസ്തുവിന് ഉത്തമമായ ഒരു ബോധ്യമുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദിത്വം കർത്താവ് തന്നെ, ദൈവത്തിന് തന്നെയാണ്, തന്റെ പിതാവിന് തന്നെ. അതുകൊണ്ട് അനിഷ്ടമായതൊന്നും അനിഷ്ടമായ സമയത്ത് സംഭവിക്കുകയില്ല എന്ന് ക്രിസ്തുവിന് പൂർണ്ണമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് കർത്താവിന് ഉറങ്ങുവാനായിട്ട് സാധിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഉറക്കക്കേടുകൾ ഉണ്ടാകുന്നത് ഇവരെ ആശ്രയബോധം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മളെപ്പോഴും ഭയപ്പെടുന്നവരാണ്. കൊറോണയ്ക്ക് നമുക്ക് ഭയമാണ്. മറ്റ് ജീവിത അവസ്ഥകളിൽ ഒക്കെ നമ്മൾ ഭയപ്പെടുന്നവരാണ്. കാറും കൂടും ഒക്കെ ജീവിതത്തിൽ ധാരാളം പ്രാവശ്യം അനുഭവിക്കുന്നവരാണ്. അപ്പോഴൊക്കെ നമ്മൾ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർക്കുക, നമുക്ക് ഈ ബോധ്യം നഷ്ടപ്പെടും. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ, നീയാണ് എന്നെ സംരക്ഷിക്കുന്നത്, നീയാണ് എന്നെ സംരക്ഷിക്കുന്നത് എന്ന ബോധ്യം എവിടെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഭയം ഉണ്ടായിരുന്നു. ഈ നീ ആരാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ വളരാത്തതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ക്രിസ്തുവിന് ആ ബോധ്യമുണ്ടായി. എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും. വീണ്ടും ഒരു വള്ളത്തിലാണ് ഒരു യാത്ര. വള്ളം ഒരു പ്രതീകമാണ്. നമ്മുടെ യാത്രയും അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതവും ഒരു യാത്രയാണ്. ഇക്കരെ നിന്നും അക്കരയ്ക്കുള്ള ഒരു യാത്ര, അതായത് ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള ഒരു യാത്ര. ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ക്രിസ്തു അല്ലെങ്കിൽ ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന ബോധ്യമാണ് നമ്മുടെ യാത്രയിൽ നയിക്കുക അല്ലെങ്കിൽ നയിക്കേണ്ടത്. അങ്ങനെയുണ്ടെങ്കിൽ നീതിയോടുകൂടി വർദ്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ജോബിന്റെ പുസ്തകം തന്നെ ഒരു ഉത്തരം നൽകുന്നുണ്ട്. ജീവിതത്തിൽ പലതും വന്നിട്ടുണ്ട്, പലതും സംഭവിച്ചിട്ടുണ്ട്. അവസാനം ശരീരം അഴുകി നഷ്ടപ്പെടുമ്പോഴും ജോബിനോടൊപ്പം ദൈവമുണ്ട് എന്ന ബോധ്യം ജോബിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജോബ് പിന്നീട് സ്വർഗത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നതിലേക്ക് ഇരട്ടി അനുഗ്രഹത്തിലേക്ക് എത്തിയത്. ആ ബോധ്യം നഷ്ടപ്പെടാതെ ജീവിക്കുവാനായിട്ട് ജോബിന് സാധിക്കും. നമ്മുടെ യാത്രകളിൽ കർത്താവ് കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ തന്നെ മാറ്റിപ്പിടിക്കേണ്ട കാലഘട്ടമാണ്. കാരണം നമ്മളെപ്പോഴും ആവലാദികൾ ധാരാളമായിട്ട് പറയുകയാണ്. എനിക്ക് പ്രശ്നങ്ങളുണ്ട്, കടമുണ്ട്, എനിക്ക് രോഗമാണ്, എന്നെക്കുറിച്ച് മറ്റുള്ളവർ അതും ഇതുമൊക്കെയാണ് പറയുന്നത്. ഒക്കെ സംഭവിക്കാം, അതൊക്കെ കാലത്തോടുമാണ് ജീവിതത്തിൽ. പക്ഷേ എനിക്കൊരു ദൈവമുണ്ട് എന്നുകൂടെ നമ്മൾ മറക്കാതെ നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയാം. ദൈവമേ, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, പക്ഷെ എനിക്ക് നീയുണ്ട്. അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് വരുവാനായിട്ട് പരിശ്രമിക്കാം. അതിനൊക്കെ നമുക്ക് നൽകണമേ എന്ന് സർവശക്തരോട് പ്രാർത്ഥിച്ചു ഈ ദൈവം. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സൃഷ്ടാവും സർവശക്തമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാവരും കുടുംബം എല്ലാവരും ജനിച്ചതുമായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യതയും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തതും പിതാവുമായ സകലമായ അവിടുത്തെ വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. പരിഷ്കാര നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ സ്വതന്ത്രം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, വേടകൾ ശ്രമിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ദുഷ്ടങ്ങൾ അനുസരിച്ച് മൂന്നാമത് ദിവസം സുഖത്തിലേക്ക് ആരോപണം ചെയ്യും, പിതാവിന്റെ വലതുഭാഗത്തേക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുത്തെ മഹത്തോടെ വീണ്ടും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയും പിതാവും പിതാവും പുറപ്പെടുന്നത് പിതാവിനും പുത്രനോടും ആരാധിക്കപ്പെടുന്നതെന്ന് സ്തുതിക്കപ്പെടുന്നതും പ്രവാചകന്മാർ വഴി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കും. ഏകവും വിശ്വവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കും. പാപങ്ങളുടെ മോചനത്തിനായുള്ള എന്റെ ജനസ്ഥാനം ഞാൻ പറയുകയും
മരിച്ചവർക്കും വരാനിരിക്കുന്നതിലേക്ക് ജീവിതം ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സർവശക്തനും പിതാവായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമേ, അങ്ങേ രഹസ്യങ്ങളുടെ ഫലം കരുവാർന്ന് ഉളവാക്കുന്നവരും അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷകൾ വിശുദ്ധമായ കാഴ്ചകൾക്ക് യോജിച്ചെത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങളിൽ സ്തുതൻ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവം, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പോലും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്ന യഥാർത്ഥ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്നാൽ അവിടെ തന്റെ ജനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ച് സഹനത്താൽ നമ്മുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു മരണത്തിന്റെ ഉയർത്തിനാൽ ജീവനിലേക്ക് പ്രവേശനം. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോപണം ചെയ്തുകൊണ്ട് സുഖകവാടങ്ങൾ തുറന്നു. ആകയാൽ മലാഹമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അഭിരാമം പ്രകീർത്തിക്കും. സത്യമായി പരിശുദ്ധനാണ്.
അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തും. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യും. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഉപരി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ജനത്തെ ഒരുമിച്ച് കൊണ്ടുതന്ന അങ്ങ് വിരമിക്കും. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ച അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയും. അങ്ങനെ അങ്ങേ തിരുമുദ്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാണ്. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്നാലും അവിടെ വെച്ചുകൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ മുഖങ്ങളിൽ അങ്ങേ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പിതാസഹനവും മഹനീയമായ ഉയർപ്പും സദാലോകവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരക്തങ്ങളാൽ പരിപുഷ്ടരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണം. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിജമായ കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശങ്ങൾ ലഭിക്കുവാൻ ദയക്കണം. വിശിഷ്ടാദി മാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാര്യയുടെ ഔഷധങ്ങളോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മറ്റുള്ള രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ തിരുക്കുടുംബത്തോടും എല്ലാ വിശുദ്ധരോടും അങ്ങേ സന്നദ്ധരുടെ നിരന്തര മധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ,
ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാനിടയാക്കണമെന്ന് നിങ്ങൾ അപേക്ഷിക്കുന്നു. അയദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോട്, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സാമുവേൽ മെത്രാനും വൈദികർക്കോടുമൊത്ത് സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങയെ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും അർപ്പിക്കുവാൻ കഴിയും. അങ്ങേ തിരുമുതുക്കുവാൻ അതിരൂഢമായ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടല്ലോ. കന്യവാനായ പിതാവിനെ എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം വർദ്ധിപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയയുടെ സഹോദരനെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കും. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ സംതൃപ്തരാക്കപ്പെടുന്ന ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കും. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായി ദിവ്യോപദേശത്താൽ നിർവഹിക്കുക നിർഭയം കേൾക്കുക. എല്ലാ തിന്മകളെയും ഞങ്ങളെ മോചിപ്പിക്കുക. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാകുന്നില്ല. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തമാവശ്യങ്ങളെപ്പോഴും പാപത്തിന് മോചനാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അങ്ങേ അപ്പോസ്തലന്മാർ അറിയിച്ച കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം പ്രകടമാകുന്നു. അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയും. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടാകട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കാം.
ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവത്തിൻ്റെ പാപം നീക്കും ദൈവജ്ഞാനത്തിനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ കർത്താവേ, അങ്ങനെ നമുക്ക് പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ വാക്ക് ശ്രമിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ആരോഗ്യമുള്ള ദൈവീകാനുസരണം എൻ്റെ യേശുവേ, അങ്ങ് ഈ ഉദാശയെ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ അവസ്ഥകളെയും ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ ഉദാശയെ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ ആരോഗ്യം എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്രയിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശരീരത്തിന്റെയും അമൂല്യമായ രക്തത്തിന്റെയും പോഷണത്താൽ ഏകതരായി
അങ്ങേ കാരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരന്തര ഭക്തിയിൽ അനുഷ്ഠിക്കുന്നത് സുരക്ഷിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമാറാണ്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേ. കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ സമാപിച്ചു പോകുന്നത് കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുക. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും.